ഒരു റിപ്പോർട്ട് പ്രകാരം ഈ ഒരു സാഹചര്യത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കീഴടങ്ങാൻ തയ്യാറായി എന്നാണ്. കാരണം കൂഫക്കാരുമായി ചേർന്നിട്ടൊന്നും നടക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് യസീദിന് ബയ്യത്ത് ചെയ്യാൻ തയ്യാറായിരുന്നു എന്നാണ്. ഡമാസ്കസിലേക്ക് തിരിച്ചു പോയിട്ട് യസീദിനെ നേരെ കണ്ട് ബയ്യത്ത് ചെയ്യാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തയ്യാറായിരുന്നു എന്നാണ്. യസീദിന് പിന്തുണ പറയാൻ, അതല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള ഒരു രീതിയിൽ പിന്മാറാൻ തയ്യാറായിരുന്നു എന്നാണ്. കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ക്ഷണിച്ചു വരുത്തിയ ആളുകൾ ഉള്ളത് ഇപ്പോൾ ഇബ്നു സിയാദിന്റെ കൂടെയാണ്. അതുകൊണ്ട് കീഴടങ്ങി യസീദിന് ബയ്യത്ത് ചെയ്യാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തയ്യാറായിട്ടുണ്ടായിരുന്നു. ഈ ഒരു സന്ദേശം സൈനികർ പോയിട്ട് ഇബ്നു സിയാദിനെ പോയി അറിയിക്കുകയാണ്. ഇബ്നു സിയാദ് ഉള്ളത് കൂഫയിലാണ്, ഗവർണർ കോട്ടയിലാണ്. ഇബ്നു സിയാദിനെ പോയി അറിയിക്കുകയാണ്. ഇബ്നു സിയാദ് പറഞ്ഞു, ഡമാസ്കസിൽ പോലും യസീദിനായിട്ട് സംസാരിക്കലൊന്നും നടക്കില്ല. ഒന്നുകിൽ യസീദിന്റെ പേരിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ബയ്യത്ത് ചെയ്യുക, ഒന്നുകിൽ യസീദിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നിട്ട് ബയ്യത്ത് ചെയ്യുക, അതല്ലെങ്കിൽ പിന്നീട് എന്ത് വേണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്ന് പറയാണ്. ഒന്നുകിൽ യസീദിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ബയ്യത്ത് ചെയ്യുക, അതല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞയക്കുകയാണ്. പക്ഷെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇബ്നു സിയാദിന്റെ അടുത്ത് പോയിട്ട് ബയ്യത്ത് ചെയ്യാൻ തയ്യാറായില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി അതുവരെയുള്ള ചർച്ചകളൊക്കെ അവിടെ അവസാനിക്കുകയാണ്.